ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ടോക്സ് വിത്ത് കിരൺ. നമ്മൾ നമ്മുടെ IPL ടീം റിവ്യൂ സീരീസ് തുടരുകയാണ്. ഇതുവരെയുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. IPLന്റെ ആദ്യ സീസണിൽ തന്നെ കിരീടം നേടിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഷെയ്ൻ വോണിന് കീഴിൽ പറയത്തക്ക വലിയ താരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അന്ന് അവർ കിരീടം നേടിയത്. എന്നാൽ അതിനുശേഷം ഒരു തവണ പോലും കിരീടത്തിൽ മുത്തമിടാൻ രാജസ്ഥാന് കഴിഞ്ഞില്ല. നമ്മുടെ സ്വന്തം സഞ്ജുവിന്റെ ടീമായതിനാൽ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ടീമാണ് രാജസ്ഥാൻ റോയൽസ്. രാഹുൽ ദ്രാവിഡ് തിരികെ കോച്ചായി രാജസ്ഥാനിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ സീസണിനുണ്ട്. കൂടാതെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായി ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗകാരയും ടീമിനൊപ്പമുണ്ട്. കഴിഞ്ഞ സീസണുകളിലേതുപോലെ സഞ്ജു സാംസൺ തന്നെയാണ് ഈ സീസണിലും ടീമിനെ നയിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രമെടുത്താൽ 2022 സഞ്ജുവിന് കീഴിൽ ഫൈനലിൽ എത്താനും കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്താനും ടീമിനായി. ഇത്തവണത്തെ മെഗാലയലത്തിന് മുൻപ് നടന്ന പ്ലെയർ റിറ്റൻഷനിൽ എന്നെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, ഷിംറോൺ ഹെറ്റ്മയർ, സന്ദീപ് ശർമ്മ എന്നീ താരങ്ങളെയാണ് രാജസ്ഥാൻ നിലനിർത്തിയത്. എന്നാൽ വിട്ടുകളഞ്ഞ താരങ്ങളുടെ പേരുകൾ നോക്കൂ. ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട്, രവിചന്ദ്രൻ അശ്വിൻ, യുസി ചഹൽ. ജോസ് ബട്ട്ലർ നേരത്തെ മുംബൈ ഇന്ത്യൻസിനെ കളിച്ചിട്ടുണ്ടെങ്കിലും ബട്ട്ലർ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രാജസ്ഥാനായി അദ്ദേഹം നടത്തിയ പ്രകടനങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ രാജസ്ഥാന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായി മാറി ബട്ട്ലർ. ആ ബട്ട്ലറിനെയാണ് അവർ ഇത്തവണ വിട്ടുകളഞ്ഞത്. എത്രയെത്ര മത്സരങ്ങളിലാണ് രാജസ്ഥാനെ ബട്ട്ലർ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചത്. ഇനി കഴിഞ്ഞ 3 സീസണുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് അവരുടെ ബോളിംഗ് ആണ്. മറ്റുള്ള ടീമുകൾ ഓൾറൗണ്ടേഴ്സ് അടക്കം 6ഉം 7ഉം 8ഉം ബോളർമാരെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായ 5 ബോളർ സ്ട്രാറ്റജി ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് യൂസ് ചെയ്തത്. അതായത് നന്നായി പന്തെറിയാനാവുന്ന 5 ബോളർമാരുണ്ടെങ്കിൽ അത് തന്നെ മതി എന്നാണ് രാജസ്ഥാൻ റോയൽസ് ഉറക്കെ പ്രഖ്യാപിച്ചത്. ട്രെന്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, രവിചന്ദ്രൻ അശ്വിൻ, സന്ദീപ് ശർമ്മ, കൂടെ ഒരു 5th ബോളറും. ഇതായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ അവരുടെ സ്ട്രാറ്റജി. അതിൽ അവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. 2022 ഫൈനൽ പ്രവേശവും കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലെത്തിയതുമൊക്കെ അതിന് തെളിവാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 3 ബോളർമാരെയും രാജസ്ഥാൻ വിട്ടുകളഞ്ഞു. സഞ്ജു, ജയ്സ്വാൾ, റിയാൻ പരാഗ്, സന്ദീപ് ശർമ്മ ഇവരെ നിലനിർത്തിയത് നല്ല ചോയ്സാണ്. റിയാൻ പരാഗിൽ ടീം കുറെ വർഷങ്ങളായി ഇൻവെസ്റ്റ് ചെയ്യുന്നതുമാണ്. തന്നിൽ ഇത്രയും നാൾ അർപ്പിച്ച വിശ്വാസം വെറുതെ ആയില്ലെന്ന് കഴിഞ്ഞ സീസണിൽ റിയാൻ പരാഗ് തെളിയിച്ചതുമാണ്. എന്നാൽ മറ്റു 2 റിട്ടൻഷൻ, ധ്രുവ് ജുറൽ, ഷിംറോൺ ഹെറ്റ്മയർ. ധ്രുവ് ജുറൽ നല്ല പ്ലെയർ ആണ്. എന്നാൽ ജുറൽ ലേലത്തിനെത്തുകയാണെങ്കിൽ അത്ര വലിയൊരു എമൗണ്ടിൽ പോകുമോ എന്ന കാര്യം സംശയമാണ്. വേണമെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരു താരത്തെ നിലനിർത്തിയിട്ട് ലേലത്തിൽ ജുറലിനെ അവർക്ക് തിരികെ വിളിക്കാമായിരുന്നു. അതുപോലെ തന്നെ ഷിംറോൺ ഹെറ്റ്മയർ. എന്തായാലും ബട്ട്ലറിനേക്കാളും ബോൾട്ടിനേക്കാളും മികച്ചൊരു മാച്ച് വിന്നർ അല്ല ഷിംറോൺ ഹെറ്റ്മയർ. പവർ പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബോൾട്ടിനോളം പ്രഹരശേഷിയുള്ള മറ്റൊരു ബോളർ ഇല്ലതാനും. ഇനി ചഹലിന്റെ കാര്യം നോക്കിയാൽ പണ്ട് RCB കാണിച്ച അതേ മണ്ടത്തരമാണ് ഇത്തവണ രാജസ്ഥാൻ കാണിച്ചത്. ഏത് പിച്ചിലും വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ള ഒരു ലെഗ് സ്പിന്നറെ ടീമിൽ ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും റിറ്റൻഷൻ വന്നപ്പോൾ അവരുടെ പേഴ്സിൽ നിന്ന് 75 കോടി പോവുകയും ചെയ്തു. പിന്നീടുള്ള ചെറിയ ബഡ്ജറ്റ് വെച്ച് ഈ താരങ്ങളെ ഒന്നും തന്നെ വിളിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇനി അവരുടെ മെഗാ ഓപ്ഷൻ സ്ട്രാറ്റജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ സ്മാർട്ടായി തന്നെയാണ് അവർ ആ ഓപ്ഷനെ സമീപിച്ചത്. പക്ഷേ ആ ബഡ്ജറ്റിന്റെ കുറവ് അവരെ ശരിക്കും അഫക്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. കുറെ നല്ല സ്മാർട്ട് പിക്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 4 പ്ലേയേഴ്സ്, ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, രവിചന്ദ്രൻ അശ്വിൻ, ഈ 4 പേരിൽ 2 പേരെങ്കിലും റിട്ടൈൻ ചെയ്തിരുന്നെങ്കിൽ ടീമിന്റെ ലെവൽ തന്നെ മറ്റൊന്നായനെ. ഇനി നമുക്ക് അവരുടെ സാധ്യത പ്ലേയിങ് 11 നോക്കാം. അവർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വർക്കായ ആ ഒരു ടീം കോമ്പിനേഷൻ അത് തന്നെ വീണ്ടും തുടരാനാണ് ലേലത്തിലൂടെ അവർ ശ്രമിച്ചത്. ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ ഈ സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബേസിൽ ഒന്ന് തന്നെയാണ്. ജയ്സ്വാൾ ആയാലും സഞ്ജു സാംസൺ ആയാലും അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആണ്. പവർ പ്ലേയിൽ എതിരാളികളുടെ ബോളേഴ്സിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇരുവർക്കും കഴിയും. ഇനി 1 ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ നിതീഷ് റാണ നല്ലൊരു പിക്കാണ്. ഇന്നിംഗ് സ്റ്റെബിലൈസ് ചെയ്യാനും വേണ്ട സമയത്ത് ബിഗ് ഷോട്ട് കളിക്കാനും കെൽപ്പുള്ള താരമാണ് നിതീഷ് റാണ. ഇനി വേണമെങ്കിൽ 1-2 ഓവർ ബോൾ ചെയ്യാനും നിതീഷ് റാണയെ കൊണ്ട് കഴിയും. പിന്നീട് റിയാൻ പരാഗ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുപാട് പഴികേട്ട താരമാണ് റിയാൻ പരാഗ്. എന്നാൽ കഴിഞ്ഞ സീസണിൽ തന്നിൽ അർപ്പിച്ച വിശ്വാസം ശരിയാണെന്ന് പരാഗ് തെളിയിച്ചു. അതുപോലൊരു സീസൺ തന്നെയാണ് റിയാൻ പരാഗിൽ നിന്ന് ഇത്തവണയും രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിക്കുന്നത്. 5ാമനായി ധ്രുവ് ജുറൽ. ജുറലും നല്ല പ്ലെയർ ആണ്, നല്ല മെച്യൂർഡ് പ്ലെയർ ആണ്. ഏത് രീതിയിൽ സാഹചര്യത്തിനനുസരിച്ച് കളിക്കണമെന്ന് അറിയാവുന്ന പ്ലെയർ ആണ്. ഇനി ഇവരുടെ ടോപ്പ് 5 നമുക്ക് ഒന്നുകൂടി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു സ്ട്രോങ് ഇന്ത്യൻ കോറാണ് അവരുടേത്. യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ. ഇങ്ങനെ ഒരു സ്ട്രോങ് ഇന്ത്യൻ കോർ ടോപ്പ് 5ൽ വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഓൾറൗണ്ടേഴ്സിലായാലും ബോളേഴ്സിലായാലും ഫോറിൻ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടോപ്പ് 5 നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റേബിൾ ആണ്, ഡിസ്ട്രക്റ്റീവ് ആണ്. നല്ലൊരു ടോപ്പ് 5 തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ലോവർ മിഡിൽ ഓർഡർ നോക്കിയാൽ ഷിംറോൺ ഹെറ്റ്മയർ. ഷിംറോൺ ഹെറ്റ്മയർ നല്ല പ്ലെയർ ആണ്. കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ രാജസ്ഥാനായി മത്സരങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 7ാമത് നോക്കിക്കഴിഞ്ഞാൽ ശുഭം ദുബെ. ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ല പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള താരമാണ്. പക്ഷേ ഈ ഒരു ഫിനിഷിംഗ് റോളിൽ എങ്ങനെ ഫിറ്റ് ആവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ജോഫ്ര ആർച്ചറിനെ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ടീമിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. ആർച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ്. ഇഞ്ചുറിക്ക് ശേഷം തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ആ പഴയൊരു എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ
സംശയമാണ്. ഇക്കഴിഞ്ഞ ഇന്ത്യ സീരീസിൽ ചില മത്സരങ്ങൾ നന്നായി ബോൾ ചെയ്തു, ചില മത്സരങ്ങൾ നല്ല എക്സ്പെൻസീവ് ആവുകയും ചെയ്തു. അപ്പോൾ ജോഫ്ര ആർച്ചറിന് തൻ്റെ ആ പഴയ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ സാധിക്കുമോ? ആ ഒരു പഴയ ഫോമിലേക്ക്, ആ ഒരു പഴയ ഋതത്തിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് നല്ലതാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ആർച്ചർ നല്ല എക്സ്പെൻസീവ് ആവാനും സാധ്യതയുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ ഇവരാണ് മറ്റു 2 ഫാസ്റ്റ് ബോളേഴ്സ്. തുഷാർ ദേശ്പാണ്ഡെയുടെ കാര്യം അറിയാം, വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളറാണ് തുഷാർ ദേശ്പാണ്ഡെ. CSKയ്ക്ക് വേണ്ടിയാണ് നേരത്തെ കളിച്ചത്. അവിടെ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുണ്ട്, എന്നാൽ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബോളറാണ്. സന്ദീപ് ശർമ്മയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ വളരെ മികച്ച ഫോമിലുള്ള, അതായത് രാജസ്ഥാന് വേണ്ടി വളരെ മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരമാണ്. ഡെത്ത് ഓവേഴ്സിലും വളരെ നന്നായിട്ട് സന്ദീപ് ശർമ്മ ബോൾ ചെയ്തിട്ടുണ്ട്. ഇനി സ്പിന്നേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ അവർക്ക് വർക്കായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് അശ്വിൻ ചഹൽ കോംബോ. അശ്വിൻ ഒരു സൈഡിൽ നിന്ന് റൺസ് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യും, അപ്പോൾ ചഹൽ അടുത്ത എൻഡിൽ നിന്ന് വിക്കറ്റ് എടുക്കും. ആ ഒരു സ്റ്റൈൽ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനാണ് ഇവർ ഓപ്ഷനിലൂടെ ശ്രമിച്ചത്. അതിനായി ശ്രീലങ്കൻ താരങ്ങളായ ഹസരംഗയെയും തീക്ഷണയുമാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും വേണമെങ്കിൽ ഡെത്ത് ഓവേഴ്സിലായാലും എറിയാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. ഹസരംഗ ഒരു നല്ല ലെഗ് സ്പിന്നറാണ്. പിന്നെ ഹസരംഗ T20യിൽ കുറച്ചൊക്കെ ബാറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അവർ അശ്വിൻ ചഹൽ കോംബോയ്ക്ക് പകരമാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒന്നുകൂടെ നോക്കിയാൽ ഓപ്പണിംഗിൽ ജയ്സ്വാൾ, സഞ്ജു. മിഡിൽ ഓർഡർ നോക്കിയാൽ നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ. ലോവർ മിഡിൽ ഓർഡറിൽ ഷിംറോൺ ഹെറ്റ്മേർ, ശുഭം ദുബെ. ബൗളിംഗിലേക്ക് വന്നാൽ ഹസരംഗ, ആർച്ചർ, തീക്ഷണ, ദേശ്പാണ്ഡെ. ഇമ്പാക്ട് പ്ലെയറായി സന്ദീപ് ശർമ്മ. ബാറ്റിംഗ് വൈസ് ഇവർ ഓക്കെയാണ്. എന്നാൽ ബൗളിംഗിലേക്ക് വന്നാൽ കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കഴിഞ്ഞ സീസണിൽ പവർ പ്ലേയിൽ എഫക്റ്റീവായി പന്തെറിയാൻ അവർക്ക് ബോൾട്ട് ഉണ്ടായിരുന്നു. ബോൾട്ടിന്റെ കാര്യം എടുത്താൽ 14 മത്സരങ്ങൾ കളിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 10 മത്സരങ്ങളെങ്കിലും പവർ പ്ലേയിൽ ബോൾട്ട് വിക്കറ്റ് വീഴ്ത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു ഇമ്പാക്ട് ഇവിടെ ഈ സീസണിൽ ആര് ക്രിയേറ്റ് ചെയ്യും? ആർച്ചർ പഴയ ആർച്ചർ അല്ല. ഇനി ആർച്ചർ ഫോമിലായാൽ ഒരു പക്ഷെ നടന്നേക്കാം. പിന്നീടുള്ളത് തുഷാർ ദേശ്പാണ്ഡെയാണ്. പിന്നീട് സന്ദീപ് ശർമ്മ അവർ കൂടുതലും മിഡിൽ ഓവേഴ്സ് പ്ലസ് ഡെത്ത് ഓവേഴ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോൾട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് ഇവിടെ ഉണ്ടാക്കാൻ താരങ്ങൾ ഇല്ല എന്നല്ല. ആർച്ചർ ഓഫ് കോഴ്സ് നല്ല താരമാണ്, പക്ഷെ ആ ഒരു പഴയ ആർച്ചർ അല്ല എന്നതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം, ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി ആർച്ചർ ആ ഒരു ഫോമിൽ തിരിച്ചെത്തിയാൽ രാജസ്ഥാന് നല്ലത് തന്നെയാണ്, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതായത് ബോൾട്ട് പവർ പ്ലേ നൽകുന്ന ഒരു ഗ്യാരണ്ടി ഒരു കാരണവശാലും തുഷാർ ദേശ്പാണ്ഡെയിൽ നിന്നോ ഇനി ആർച്ചറിൽ നിന്നോ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഡെത്ത് ഓവേഴ്സ് നോക്കിയാൽ ഒരുവിധം ഓക്കെയാണ്. അതായത് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ സന്ദീപ് ശർമ്മയായിരിക്കും മേജറായിട്ട് എറിയുക. പിന്നീട് ആർച്ചറിനായാലും തുഷാർ ദേശ്പാണ്ഡെക്കായാലും സന്ദീപിന് ഒരു അക്കമനി ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ദേശ്പാണ്ഡെ എക്സ്പെൻസീവ് ആണ്. ആർച്ചറിന്റെ കാര്യം പറഞ്ഞാൽ ചില മത്സരങ്ങളിൽ സഞ്ജുവിനെ അടുപ്പിച്ച് ഉള്ള മത്സരങ്ങളിൽ ഔട്ടാക്കിയ താരമാണ് ആർച്ചർ. പക്ഷെ ചില മത്സരങ്ങളിൽ 50-ന് മുകളിൽ റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതായത് 40-നും 50-നും മുകളിൽ റൺസ് ആർച്ചർ വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഒരു 50-50 ചാൻസ് ആണ് ആർച്ചറിന്റെ കാര്യത്തിൽ. ഇനിയും നമ്മൾ നോക്കിയാലും എന്തായാലും ചഹലും അശ്വിനും ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് ഹസരംഗയും തീക്ഷണയും ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീക്ഷണ ഒരു ഇക്കോണമിക് ബോളറാണ്. എന്നാൽ ഹസരംഗ ചിലപ്പോൾ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഒരു 4 ഓവർ പറഞ്ഞാൽ 35-ന് മേളിൽ വിട്ടുകൊടുക്കുന്ന 30-35-ന് മേളിൽ എന്തായാലും വിട്ടുകൊടുക്കുന്ന താരമാണ് ഹസരംഗ. പക്ഷേ തീക്ഷണയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇക്കണോമിക്കലാണ്. എന്തായാലും ആ ഒരു കഴിഞ്ഞ സീസണിലെ ബോളിങ്ങുമായിട്ട് നമുക്ക് ഈ സീസണിലെ ബോളിംഗ് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ബാറ്റിങ്ങിൽ ബട്ട്ലർ ഇല്ലെങ്കിലും ഒരുവിധം അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റാവുന്ന, അതായത് കഴിഞ്ഞ സീസണിൽ ബട്ട്ലർ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത്തവണ നമ്മൾ സഞ്ജു ആയിരിക്കും മിക്കവാറും ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി ലോവർ മിഡിൽ ഓർഡറിൽ ഫിനിഷിംഗ് ആര് ചെയ്യും എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അത് വേറെ കാര്യം. നമ്മളതിലേക്ക് വരാം. അപ്പോൾ ഒരു ടോപ്പ് മിഡിൽ ഓർഡർ, ഒരു ടോപ്പ് 5 ഓക്കെയാണ്. ഇനി ഫിനിഷിംഗ് വരുമ്പോൾ പ്രീവിയസ് സീസൺസിലെ പോലെ തന്നെ ഷിംറോൺ ഹെറ്റ്മേർ, കൂടെ ശുഭം ദുബെ ഈ റോളിന് എത്ര അഡാപ്റ്റ് ആവുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ ആ ഒരു റോളിലേക്ക് ശുഭം ദുബെ വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. പക്ഷേ ബോളിങ്ങിലെ പ്രശ്നം വീണ്ടും നമ്മളെപ്പോഴും കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യും, അതുപോലെ മറ്റുള്ള ടീമിൻ്റെ ബോളിംഗ് ഓപ്ഷൻസുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇനി നമുക്ക് ബാക്കപ്പിൻ്റെ കാര്യം നോക്കാം. ഇനി ഇൻ കേസ് ഈ ഒരു പ്ലേയിങ് 11 പ്ലസ് ഇമ്പാക്ട് പ്ലെയറിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ ആരെങ്കിലും ഫോം ഔട്ട് ആവുകയോ ചെയ്താൽ അവർക്ക് പകരമായിട്ട് നിൽക്കാൻ ബാക്കപ്പ് ബെഞ്ചിൽ ആളുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവരുടെ ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ആകാശ് മദ്വാൾ നമുക്ക് എന്തായാലും സന്ദീപ് ശർമ്മയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് തുഷാർ ദേശ്പാണ്ഡെക്കോ പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു ബോളറാണ്. മുംബൈക്ക് വേണ്ടി ചില മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളറുമാണ്. എന്തായാലും ആകാശ് മദ്വാൾ തീർച്ചയായിട്ടും പ്ലേയിങ് 11 ഉണ്ടാവും. ആദ്യ മത്സരങ്ങളിൽ ടീമിലെത്തിയില്ലെങ്കിൽ പോലും എന്തായാലും ഈ സീസണിൽ മുന്നോട്ട് പോകുമ്പോൾ ആകാശ് മദ്വാളിനെ നമുക്ക് രാജസ്ഥാൻ ജേഴ്സിയിൽ, അതായത് പ്ലേയിങ് 11 കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നീടുള്ളത് ഫസൽ ഹഖ് ഫറൂഖി. മദ്വാളിനെ പോലെ തന്നെ പ്ലേയിങ് 11 വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ഫസൽ ഹഖ് ഫറൂഖി. അതായത് ജോഫ്ര ആർച്ചറിന് പകരം, അല്ലെങ്കിൽ ഇനി സ്പിന്നിനെ അധികം തുണയ്ക്കാത്ത പിച്ചാണെങ്കിൽ എയ്തർ തീക്ഷണയ്ക്കോ ഹസരംഗയ്ക്കോ പകരം പ്ലേയിങ് 11 വരുന്ന താരമാണ് ഫസൽ ഹഖ് ഫറൂഖി. നല്ല ടാലന്റഡ് ബോളറാണ്.
പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും ഡെത്ത് ഓവേഴ്സിലായാലും എറിയാൻ ടാലൻ്റുള്ള പ്ലെയറാണ്. ഇനി ആ ജോഫ്ര ആർച്ചറിന്റെ ഒരു ഇഞ്ചുറി ഇഷ്യൂ കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആർച്ചർ 14 മത്സരങ്ങളും കളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഫസൽ ഹക്ക് ഫറൂഖി പ്ലേയിങ് 11-ൽ വരും. ഇനി ജോഫ്ര ആർച്ചർ എല്ലാ മത്സരങ്ങളും കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റൊരു ഫോറിൻ പ്ലെയറിന് പകരം ഫസൽ ഹക്ക് ഫറൂഖി സീം ബോളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിൽ ടീമിലെത്താനാണ് ചാൻസ്. പിന്നീടുള്ളത് കുമാർ കാർത്തികേയ, യുധ്വീർ ചരക്. പിന്നീട് അത് കഴിഞ്ഞൊരു ഫോറിൻ ഓപ്ഷൻ ആയിട്ടുള്ളത് ക്വേന മഫാക്കയാണ്. ക്വേന മഫാക്ക ഒരു ടാലന്റഡ് ബോളറാണ്, നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ യുവതാരമാണ്. മഫാക്കയുടെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി കളിച്ചതെന്ന് നമുക്കറിയാം. എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളറാണ് മഫാക്ക. അപ്പോൾ മഫാക്കയും ചിലപ്പോൾ ടീമിലെത്തിയേക്കാം. എന്തായാലും ഇപ്പോൾ ഒരു ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ആർച്ചർ, ഫസൽ ഫറൂഖി ആയിരിക്കും. പിന്നീട് അശോക് ശർമ്മ, അതുപോലെ നമ്മുടെ 13 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയും രാജസ്ഥാൻ ടീമിലുണ്ട്. പക്ഷേ പ്ലേയിങ് 11-ൽ എത്തുന്ന കാര്യം സംശയമാണ്, അതായത് തീർച്ചയായിട്ടും സംശയമാണ്. പക്ഷേ ഇതിൽ നിന്ന് നമ്മുടെ ബാക്കപ്പ് ബെഞ്ച് സ്ട്രെങ്തിൽ നിന്ന് ഉള്ളതിൽ ആകാശ് മദ്വാൾ, ഫസൽ ഫറൂഖി, പിന്നീട് കുമാർ കാർത്തികേയ സിംഗ്, ഇവരൊക്കെ നമ്മുടെ ഫസ്റ്റ് 11-ൽ എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഇനിയൊരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് കാര്യം നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർച്ചറിന് ഫസൽ ഫറൂഖി ഉണ്ട്. നമുക്ക് ക്വേന മഫാക്കയും ഒരു പരിധിവരെ ആ ഒരു റേഞ്ചിൽ തന്നെ പെടുത്താം. അതായത് ടാലന്റിൽ വരത്തില്ലെങ്കിലും ആ ഒരു കോമ്പിനേഷൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ഇനി ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെയാണ് വേണ്ടതെങ്കിൽ അവർക്ക് ആകാശ് മദ്വാളിനെ യൂസ് ചെയ്യാം. അതുപോലെ കുറച്ച് നല്ല യങ് പ്ലേയേഴ്സും ഉണ്ട്. ഇനി മൊത്തത്തിൽ ഇവരുടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ആ റിറ്റൻഷനിൽ പറ്റിയ അബദ്ധം അതാണ് ഇവരുടെ സ്ക്വാഡിനെ ഒന്ന് വീക്കൻ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ബാറ്റിങ്ങിൽ വലിയ പ്രശ്നമില്ല, ബോളിങ്ങിലുള്ള ഇഷ്യൂ ബോൾട്ടിനെയും ചഹലിനെയും, അതായത് ആ ബോൾട്ട്, ചഹൽ, അശ്വിൻ ഈ 3 പേരിൽ 2 പേരെങ്കിലും റീറ്റെയിൻ ചെയ്തിരുന്നുവെങ്കിൽ ഇവർ വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ടീമായിട്ട് മാറിയേനെ. ഓപ്ഷനിലേക്ക് വന്നപ്പോൾ റിട്ടൻഷനിൽ അവർ കുഴി എങ്ങനെയെങ്കിലും മൂടാനാണ് അവർ ശ്രമിച്ചത്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. എങ്കിലും കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു സ്ട്രോങ് സ്ക്വാഡ് അല്ല രാജസ്ഥാൻ റോയൽസ് എന്ന് പറയേണ്ടി വരും. ഇനി ഇവരുടെ പ്ലേ ഓഫ് സാധ്യതയാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് അത്രയ്ക്ക് പ്രതീക്ഷയില്ല. കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്ലേ ഓഫിൽ വരുമെന്ന് അത്രയ്ക്ക് പ്രതീക്ഷയില്ലാത്ത ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജുവിൻ്റെ ടീമാണ്, അവർ കപ്പ് നേടണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും ആ സ്കോഡ് നോക്കുമ്പോൾ പിന്നെ മറ്റുള്ള ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ടീമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാജസ്ഥാൻ പ്ലേയിങ് 11-നെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരിത്തവണ പ്ലേ ഓഫിലെത്തുമോ? സഞ്ജുവിന് കീഴിൽ കിരീടം നേടാൻ രാജസ്ഥാന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടീമിൻ്റെ റിവ്യൂമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്കറ്റ് ടോക്സ് വിത്ത് കിരൺ.